ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമോസ് കളക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, ഈസ്റ്റർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് സെയിൽ ഉടനെ ഡേറ്റ് എന്താണെന്ന് ഞാൻ ഉടനെ പറയാമെന്ന്. അടുത്ത ആഴ്ച മുതലാണ് ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോസ് സാരി സെയിലിൻ്റെ വീഡിയോസ് വരുന്നത്. അപ്പോൾ ഡേറ്റ് ഞാൻ അതിന് മുമ്പേ കൃത്യമായിട്ട് അടുത്ത ആഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ഓർഗൻസ സാരീസ് ആണ്. ഇപ്പം ഈസ്റ്റർ ഒക്കെ കഴിയുമ്പോൾ കുറച്ച് ഫങ്ഷൻസ്, എല്ലാവർക്കും ഫങ്ഷൻസ് ഉണ്ടാകുമല്ലോ. അപ്പം അതിനൊക്കെ ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള സാരീസാണ്. എന്നാൽ ഒത്തിരി കോസ്റ്റ്ലി ഉള്ള സാരീസ് അല്ല. എന്ന് വെച്ചാൽ മിനിമം റേറ്റിൽ നല്ല വർക്കും നല്ല പാർട്ടി, അത്യാവശ്യം ഒരു കുഞ്ഞു പാർട്ടിക്കൊക്കെ ഉടുക്കാൻ പറ്റിയ രീതിയിലുള്ള സാരീസാണ് നമ്മളിന്ന് കാണുന്നത്. നമ്മൾ ഓർഗൻസ സാരീസിൻ്റെ 3 കളർ ഷെയ്ഡ്സ് ആണ് കാണുന്നത്. യെല്ലോ കളർ ഷെയ്ഡും പീച്ച് കളർ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലാക്ക് കളറും. അപ്പോൾ ഈ ആദ്യത്തെ എല്ലാം റെഡി ഫോർ സെയിലാണ്. ഓരോ സാരീസായിട്ട് നമുക്ക് കാണാം. എല്ലാം തന്നെ വിത്ത് ബ്ലൗസ് പീസ് ആണ്. ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ബ്ലൗസ് പീസോടെ ഇടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആയിട്ടാലും ഇത് നല്ല ഭംഗിയായിരിക്കും. പിന്നെ ആദ്യത്തെ തന്നെ ഒരു പെയിൽ യെല്ലോ ഓർഗൻസ സാരിയാണ്. പെയിൽ യെല്ലോ എന്ന് പറഞ്ഞാൽ ബേബി യെല്ലോ എന്നൊക്കെ പറയാവുന്ന ആ ഒരു കളർ ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് നമ്മൾ മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് മുന്താണി വരുന്നത്. വളരെ പെയിലായിട്ടുള്ള യെല്ലോയാണ്. ഇത് ഈ ബാപ്റ്റിസം ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ അങ്ങനത്തെയുള്ള ആദ്യ കുർബാന അങ്ങനെയുള്ള ഇതിലൊക്കെ നമുക്ക് ഉടുക്കാൻ പറ്റിയ പോലത്തെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് പാർട്ടി അങ്ങനെയുള്ള ഇതിലും ഉടുക്കാവുന്നതാണ്. ഇതാണ് മുന്താണിയുടെ ഒരു സൈഡിലെ വർക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് വരുന്ന ഡിസൈൻ, മുന്താണിയിൽ വരുന്ന ഡിസൈൻ. ഒരു റോസ് ഫ്ലവറും കുറച്ച് ബഡും പിന്നെ ഒരു വേറൊരു ഫ്ലവറും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഷാഡോ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലീവ്സിനായാലും അതുപോലെ തന്നെ റോസ് ഫ്ലവറിനാണെങ്കിലും ഷാഡോ വർക്കാണ്. ഇവിടെ ഈ ടോപ്പിലുള്ള ഫ്ലവർ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഓറഞ്ച് കളറും കൊണ്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇതെല്ലാം മൾട്ടി ഷെയ്ഡാണ് ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ലീവ്സിന് ഡബിൾ ഷെയ്ഡ് ത്രെഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുന്താണിയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിലും അതുപോലെ തന്നെ ഒരു ഡിസൈൻ റണ്ണിങ് പോർഷനിലും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനുണ്ട്. ഇതുപോലത്തെ തന്നെ സെയിം ഡിസൈനാണ്. അപ്പോൾ ഇങ്ങനത്തെ ഡിസൈൻസ് 2 മുന്താണിയിൽ ഒരെണ്ണം, റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം, ഷോൾഡർ പ്ലീറ്റിൽ 2, പിന്നെ കാലിൻ്റെ അവിടെ ഒരെണ്ണം. മൊത്തത്തിൽ 5 ഡിസൈൻസ് ആണ് ഇതുപോലത്തെ ഉള്ളത്. പിന്നെ വിത്ത് ബ്ലൗസ് പീസാന്ന് പറഞ്ഞു. 6.5 മീറ്ററാണ് 1 മീറ്റർ ബ്ലൗസ് പീസിന്. ബ്ലൗസിൻ്റെ സ്ലീവിലാണെങ്കിൽ ഒരു റോസ് ഫ്ലവർ, ഇതുപോലത്തെ ഒരു റോസ് ഫ്ലവറുമാണ് നമ്മൾ ബ്ലൗസിൻ്റെ സ്ലീവിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റ് 1649 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ വന്നിട്ട് ഒരു ബ്ലാക്ക് ഓർഗൻസ സാരിയാണ്. ഈ യെല്ലോ ഓർഗൻസ സാരിയിലും ഈ ബ്ലാക്ക് ഓർഗൻസ സാരിയിലൊക്കെ സൈഡിൽ ബോർഡർ ആയിട്ട് ഒരു കുഞ്ഞ് സിൽവർ ജെറി വരുന്നുണ്ട്. ഒരു സിൽവർ ലൈൻ ഇതുപോലെ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ 2 ഓർഗൻസ സാരിയിലും വരുന്നത്. ഇതിൽ ബ്ലാക്ക് ഓർഗൻസ സാരിയിൽ നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സ് എല്ലാം ഫ്രഞ്ച് നോട്ട്, റെഡ് ആൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ബേബി പിങ്ക് കളർ ഷെയ്ഡും കൊണ്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. നടുക്ക് ഫ്രഞ്ച് നോട്ട് കൊടുത്തേക്കുന്നത്, എല്ലാ ഫ്ലവേഴ്സിൻ്റെയും നടുക്ക് കൊടുത്തേക്കുന്നത് വൈറ്റ് കളർ ഷെയ്ഡുമാണ്. ലീവ്സ് ആണെങ്കിലും ഇതെല്ലാം 6 സ്ട്രാൻഡ്സ് ആണ് ഫ്രഞ്ച് നോട്ട് കൊടുത്തിരിക്കുന്നത്. ലീവ്സും സ്റ്റെംസും എല്ലാം 3 സ്ട്രാൻഡ്സും കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ലൈറ്റ് പിങ്ക് ആയിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വരുന്നത് മുന്താണിയിൽ. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ടെങ്കിൽ 12 ഇഞ്ചാണ് ഈ ഒരു ഡിസൈനിൻ്റെ ലെങ്ത്ത്. റണ്ണിങ് പോർഷനിൽ അതിൻ്റെ ഒരു കുഞ്ഞ് വേർഷനാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് റണ്ണിങ് പോർഷനിൽ. പിന്നെ വന്നിട്ട് ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇപ്പോൾ മുന്താണിയിൽ കണ്ടുപോലത്തെ 12 ഇഞ്ചിൻ്റെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. 2 എണ്ണം അടുപ്പിച്ച് വരുന്നുണ്ട്. 4 ഇഞ്ച് ഗ്യാപ്പിലാണ്. അപ്പം ഒരു 26 ഇഞ്ച് ഫ്രണ്ടിൽ ഇതുപോലത്തെ വർക്ക് ഉണ്ടാവും. 26ൻ്റെ മേളിലുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഫുള്ളും ഇതുപോലത്തെ ഡിസൈനായിട്ടാണ് വന്നത്. കാലിൻ്റെ അവിടെയും ഇതുപോലത്തെ തന്നെ കാലിൻ്റെ അവിടെ ഒരു കുഞ്ഞു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിയ ഡിസൈൻ അല്ല. റണ്ണിങ് പോർഷനിൽ കാണുന്ന പോലത്തെ ഒരു കുഞ്ഞു ഡിസൈനാണ് കാലിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കാലിൻ്റെ അവിടെ വന്നിരിക്കുന്നത്. പിന്നെ ബ്ലൗസിൻ്റെ സ്ലീവിലാണ് വിത്ത് ബ്ലൗസ് പീസാണ് ഇതും വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൽ വന്നിട്ട്
ഒരു കുഞ്ഞ് ഡിസൈനാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ വന്നിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഡിസൈനാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുന്നത്. ഇത് നല്ല ആക്സസറീസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്നുവെച്ചാൽ ആ ബ്ലാക്കിൻ്റെ അകത്ത് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുമ്പം നല്ല രസമാണ്. പിങ്ക് ഇതുപോലെ ഇരിക്കും, ഫ്രണ്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ആക്സസറീസും റെഡ് കളർ ആക്സസറീസ് ഒക്കെ ഇട്ടാൽ, അല്ലെങ്കിൽ വൈറ്റ് ആയാലും ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1549 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി നമ്മുടെ അടുത്ത സാരി വന്നിട്ട് പീച്ച് ഷെയ്ഡാണ്. അത് വളരെ എലഗൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒത്തിരി കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനല്ല, വളരെ സെറ്റിലായിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഇത്തിരി വലിയ ഡിസൈനുമാണ്. ഇതൊരു 13.5 ഇഞ്ചിലുള്ള ഒരു ഡിസൈനാണ്. ഇത് പീച്ചിൻ്റെ തന്നെ പിങ്കും നമ്മുടെ യെല്ലോയിൽ ചെയ്തിരിക്കുന്ന ആ ഒരു സെയിം കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യെല്ലോയിൽ ആകുമ്പോൾ കുറച്ചും കൂടി എടുത്ത് നിന്നായിരുന്നു. ഇതിൻ്റെ അകത്താകുമ്പോൾ ഒത്തിരി തെറിച്ച് നിൽക്കത്തില്ല. ആ രീതിയിൽ മൾട്ടി ഷെയ്ഡ് കളർ ഷെയ്ഡാണ് നമ്മൾ ഷാഡോ വർക്കിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ ഫ്ലവറിൻ്റെ നടുക്ക് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഓറഞ്ച് ഷെയ്ഡ് ഇട്ടിട്ടാണ്. ലീഫ് ആണെങ്കിൽ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രീൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയിൽ. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിലും ഉണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞു 13+ ഉണ്ട് ഈ ഡിസൈൻ്റെ ലെങ്ത്. അപ്പം മുന്താണിയിൽ ഒരെണ്ണം കഴിഞ്ഞിട്ട് വീണ്ടും ഉടനെ തന്നെ ഒരു റണ്ണിങ് പോർഷനിൽ വീണ്ടും ഒരു ഇതുപോലത്തെ തന്നെ ഡിസൈൻ വരുവാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കിയാൽ ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ ആ സൈഡ് ഫുള്ളും നല്ലോണം ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് ഫ്രണ്ടിലും വരുന്നത്. അപ്പോൾ ഫ്രണ്ടും ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. പിന്നെ കാലിൻ്റെ അവിടെ ഇതുപോലത്തെ ഒരു ഡിസൈൻ, മൊത്തത്തിൽ ഇതുപോലത്തെ 5 ഡിസൈനാണ് വലുത് വരുന്നത്. പ്ലസ് സ്ലീവിൽ ബ്ലൗസിൻ്റെ സ്ലീവിലും വർക്കുണ്ട്. അത് ഒരു കുഞ്ഞു ഫ്ലവറും സാറ്റിൻ സ്റ്റിച്ചുള്ള ഫ്ലവേഴ്സും ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ല വർക്കുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ ചെയ്ത് തീർക്കാനും റേറ്റും ഇതിന് കുറച്ച് കൂടുതലായി ആണ് മറ്റ് 2 സാരീസ് വെച്ച് നോക്കുമ്പോൾ. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1989 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഈ സാരിയിൽ ഏതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.